ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ഡ്രീം ലേഡി ഡിസൈൻ. ഇത് നമ്മുടെ സൗദി അറേബ്യക്കുള്ള ഓർഡറിൽ ഒരു ടോപ്പ് ആൻഡ് സ്കേർട്ടാണ് കേട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ടോപ്പും അതുപോലെ പ്രിൻ്റഡ് ആയിട്ടുള്ള ക്ലോത്ത് രണ്ടും സെപ്പറേറ്റ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോയിൽ കുറച്ച് കട്ട് ചെയ്തിട്ട് മാത്രമാണ് കേട്ടോ കാണിക്കുന്നത്. ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം സ്റ്റിച്ചിങ് നമ്മളല്ല ചെയ്യണത്, ഞാൻ വർക്കും ക്ലോത്ത് എടുക്കുന്നത് മാത്രമാണ്. സ്റ്റിച്ചിങ്ങിന് നമ്മൾ വേറെ ആളാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അവർ നമുക്ക് കുറച്ച് കട്ട് പീസ് മാത്രമാണ് കേട്ടോ തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചിലവരിങ്ങനെ ചോദിക്കാറുണ്ട്, നിങ്ങളാണോ സ്റ്റിച്ച് ചെയ്യുന്നത്, നിങ്ങൾ സ്റ്റിച്ചിങ് വർക്ക് മാത്രമാണോ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്കും കൂടി ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ തന്നെയാണ് ക്ലോത്ത് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് വർക്ക് ചെയ്ത്, ഇനിയിപ്പോൾ വർക്ക് ഇല്ലെങ്കിൽ പോലും നമ്മൾ ക്ലോത്ത് എടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തും കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ യൂട്യൂബിലെ വീഡിയോസൊക്കെ കണ്ടിട്ട് നമുക്ക് സൗദി അറേബ്യയിൽ നിന്നാണ് കേട്ടോ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവർ കൊല്ലത്താണ് വീട്. നമുക്ക് 3 ടോപ്പ് ആൻഡ് സ്കേർട്ടാണ് ചെയ്യാനുണ്ടായിരുന്നത്. അതിൽ ഒന്ന് നമ്മൾ ആദ്യം ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അത് നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള സ്കേർട്ടും പ്രിൻറ്റഡ് ആയിട്ടുള്ള ടോപ്പും ആയിരുന്നു. ഇത് നമ്മൾ പ്ലെയിൻ ടോപ്പും പിന്നെ പ്രിൻറ്റഡ് ആയിട്ടുള്ള സ്കേർട്ടുമാണ് ചെയ്തിട്ടുള്ളത്. ഇത് ചെയ്യുന്നത് സ്ലീവാണ് കേട്ടോ. സ്ലീവിൽ ഇതുപോലെ ഇലാസ്റ്റിക് വെച്ചിട്ട് നല്ല പഫായിട്ട് ഇങ്ങനെ ഞെറിവൊക്കെ കൊടുത്തിട്ടുള്ള ഫുൾ സ്ലീവാണ് കൊടുക്കുന്നത്. ആൾ നാട്ടിൽ വന്ന് 1 മാസം മുന്നേ വന്നിട്ടുണ്ട് കേട്ടോ. കാരണം നാട്ടിലെത്തുമ്പോഴേക്കാണ് അവർ അവർ ഗൾഫിലായിരുന്ന സമയത്താണ് നമുക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത്. അവർ നാട്ടിലെത്തുമ്പോഴേക്ക് അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവർ ഈ ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ് ചെയ്യുന്നത്. അവർ ഡെയിലി പർദ്ദയാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു സ്കേർട്ടും ടോപ്പ് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അത് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ. സിമ്പിളായിട്ടുള്ളതാണ് കേട്ടോ. അനാർക്കലി അംബ്രല്ല കട്ട് സ്കേർട്ടാണ് ചെയ്തിട്ടുള്ളത്. ടോപ്പ് ഇതുപോലെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഫ്രില്ല് കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലായിട്ട് ചെറുതായിട്ടൊരു 3 ബട്ടൺസ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ ഓപ്പൺ ഒന്നും വെച്ചിട്ടില്ല, ജസ്റ്റ് ചെറുതായിട്ട് അവിടെ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ട് ബട്ടൺസ് മാത്രമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ 2 കൂടി ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊന്ന് നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് അവർക്ക് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് സൈസൊക്കെ ഓക്കെ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളിത് ടോപ്പ് ഭയങ്കര ലെങ്ത്തായിട്ടും സ്കേർട്ട് ഭയങ്കര ഷോർട്ടായിട്ടായിരുന്നു നമുക്ക് അളവ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കണ്ടപ്പോൾ ഭയങ്കര സംശയമായിരുന്നു കേട്ടോ, ഇത് അവർക്ക് അളവ് തെറ്റിയതാണോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ആദ്യം സ്റ്റിച്ച് ചെയ്തിട്ട് അവർക്ക് കൊടുത്ത് അയച്ചിട്ടുണ്ടായിരുന്നു, അവർ ഓക്കെ ആണോ എന്ന് അറിയണം. അപ്പോൾ അവരത് അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അവർക്ക് ടോപ്പ് അബായൻ്റെ ഉള്ളിലിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ടോപ്പ് കുറച്ച് ഇറക്കം കൂടിയിട്ടും പാൻറ്റ് അത്യാവശ്യം ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. പക്ഷെ നമുക്കത് കണ്ടപ്പോൾ ഓക്കെ ആണോ, പിന്നെ അളവിലെടുത്ത് മെഷർമെൻറ്റിൽ എന്തെങ്കിലും വിഷയമാണോ എന്ന് അറിയാനും കൂടി വേണ്ടിയിട്ടായിരുന്നു. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പാളിച്ചകൾ പറ്റിയാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതും കൊല്ലത്തേക്ക് എത്തേണ്ടതല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ.